ഈ RSS അജണ്ട മലപ്പുറത്ത് നടപ്പിലാക്കാൻ സുജിത് ദാത്ത് മാത്രമല്ല, അജിത്ത് മാത്രമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മോഹൻദാസ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ CPM സെക്രട്ടറി, ഇയാൾ വെറും ഒരു സെക്രട്ടറി ആണെന്ന് വിചാരിക്കല്ലേ നിങ്ങള്. അയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ, അയാളുടെ വെയർഅബൌട്ട്സ് പരിശോധിച്ചാൽ അറിയാം അയാൾ ആരാണെന്ന്. എത്രമേൽ ഭീകരമായ അജണ്ടകൾ വെച്ചു പുലർത്തുന്ന പിണറായിയുടെ കൈക്കാരനാണ് ഇയാളെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ മോഹൻദാസിനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. ചെറിയ കേസിലൊന്നും അവസാനിക്കൂല. വലിയ വലിയ സെറ്റിൽമെന്റിലുള്ള ആളുകൾ ഈ മോഹൻദാസിന്റെ ഒത്താശയോടെയാണ് സുജിത്ത് ഇവിടെ ഈ പറയുന്ന കണക്കുകൾ മുഴുവൻ ഉണ്ടാക്കിയത്. കണക്കുണ്ടാക്കി. ഇതിന്റെ ഒരു ഘട്ടം നിങ്ങൾ പരിശോധിക്കണം കേട്ടോ. ഒന്ന്, സുജിത് ദാസിനെ ഉപയോഗിച്ച് കണക്കുകൾ ഉണ്ടാക്കുന്നു. മോഹൻദാസും അജിത്തും ഒക്കെ ചേർന്ന് ലീഡർഷിപ്പ് കൊടുക്കുന്നു. കണക്കുണ്ടാക്കി കഴിഞ്ഞാൽ കണക്കായല്ലോ. അപ്പോഴാണ് മുഖ്യമന്ത്രി വരുന്നത്. 5 ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വളരെ നിഷ്കളങ്കമായിട്ട് അദ്ദേഹം പറയുകയാണ്. ഞാനായിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ, മുഖ്യമന്ത്രി ആയിട്ട് പറയണതല്ല. ഞാൻ വായിക്കാം കണക്ക്. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി, അങ്ങ് വായിച്ച കണക്കിൽ മലപ്പുറം ഇന്ത്യയിലെ നമ്പർ 1 ക്രിമിനൽ ഡിസ്ട്രിക്റ്റ് ആണ്. അങ്ങ് പറഞ്ഞതരുത്. പക്ഷെ ഈ കണക്കാരാണ് മുഖ്യമന്ത്രി ഉണ്ടാക്കിയത്? അങ്ങയുടെ സുജിത്തല്ലേ? RSSനെ ഈ നാടിനെ കൂട്ടിക്കൊടുക്കുന്ന അജിത്തല്ലേ? RSSകാരന് വിടുപണിയെടുക്കുന്ന മലപ്പുറം ജില്ലയിലെ മോഹൻദാസ് അല്ലേ? RSSകാരന് മകളെ കൂട്ടിപ്പിടിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി RSSന് രാജ്യത്തെ ഒറ്റുകൊടുത്ത പിണറായി അല്ലേ? വേറെ ആരായി കണക്കുണ്ടാക്കിയത്? ഇതിന്റെ ഒരു സാങ്ക്ടിറ്റി നിങ്ങൾ പറ, ഇതിന്റെ ഒരു ചരിത്രം നിങ്ങൾ പറ. എന്നിട്ട് കണക്കുണ്ടാക്കിയിട്ട് നിഷ്കളങ്കമായി കണക്ക് വായിക്കുകയാണ് പിണറായി വിജയൻ, ഒരു നിഷ്കളങ്ക പാപത്തിന്. എന്നിട്ടോ അതും പോരാഞ്ഞ് ആശാരിച്ചിനെയും കടിച്ചിട്ട് പിന്നെയും മുമ്പോട്ടാണ്. എന്താണ്? ഒരു ഇന്ത്യയിലെ പ്രമുഖ പത്രത്തിനെ വിളിക്കുകയാണ്. ആര്? കേരള മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഉണ്ട്. ഏത് കേരള മുഖ്യമന്ത്രി ചങ്ങായി? കേരളത്തിന്റെ പുറത്ത് 10 റുപ്യന്റെ വില ഇല്ലാത്ത ഒരു പാർട്ടിക്ക് ദേശീയ പത്രത്തില് എന്തിനാണോ ഒരു ഇന്റർവ്യൂ? അവർക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. അവർ CPMന്റെ മുസ്ലിം ലീഗും CPM ഒക്കെ ചെറിയ പ്രാദേശിക പാർട്ടികളാണ്. അതിന്റെ ഒരു ഉദ്യാർക്കങ്ങൾ മനസ്സിലാക്കണ്ടേ? നിങ്ങളെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യക്ക് എന്ത് പ്രധാനം? എന്ത് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്? ഇന്ത്യ മഹാരാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നേരെ ടൂർ പോയ ഈ പോങ്ങം മനുഷ്യന് ഇന്ത്യ മഹാരാജ്യത്തിലെ രാഷ്ട്രീയത്തിൽ ആർക്കാണോ വില ഉള്ളത്? 10 റുപ്യന്റെ വില ഉള്ളത്. എന്നിട്ട് അയാള് തന്നെ ഒരു ഇന്റർവ്യൂ ഒപ്പിച്ചെടുക്കുക. അതെങ്ങനെയാണ്? PR തലയിൽ ചോദിക്കാണ്, എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വരുന്നവരെ ചെരുപ്പ് നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ച മാതിരി പോയിട്ട് ഡൽഹി പോയിട്ട് ഇന്റർവ്യൂ വേണോ അങ്ങോട്ട് പോയിട്ട് ഈ PR അവര് പോയിട്ട് ഇന്റർവ്യൂ വേണോ എന്ന് ചോദിച്ച് ഒരു ഇന്റർവ്യൂ കൊടുക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിണറായി വിജയൻ 2 ദിവസം മുമ്പ് കേരളത്തിലെ പത്രസമ്മേളനത്തിൽ എഴുതി വായിച്ചിട്ട് പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ സ്വർണം കൊണ്ടുവന്നത് കരിപ്പൂർ വിമാനത്താവളം വഴി 5 കൊല്ലം കൊണ്ട് 124. ഈ ജില്ല ഇന്ത്യ മഹാരാജ്യത്തിലെ ക്രിമിനൽ റൈറ്റിലെ ആദ്യത്തെ ജില്ലയാ. തീരുന്നില്ല. നിങ്ങൾക്കറിയുമോ, അമിത്ഷാ എന്ന് പറയുന്ന സംഘ് പരിവാരക്കാരന്റെ ഒരു അജണ്ടയുണ്ട്. എന്താണത്? ഇന്ത്യയിൽ IPC ഉണ്ട്. IPC നിങ്ങൾക്കറിയാം, പീനൽ കോഡാണ്. ഈ രാജ്യത്തിലെ, നമ്മളുടെ നാട്ടിലെ ഇന്ത്യയുടെ പീനൽ കോഡാണ്. ആ പീനൽ കോഡിന് പകരം അമിത്ഷാ കൊണ്ടുവന്നത് ഭാരതീയ ന്യായ് സംഹിത എന്ന് പറയുന്ന BNS എന്ന് പറയുന്ന ക്രിമിനൽ ആക്ട് ആണ്. ഈ ക്രിമിനൽ ആക്ട് അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ഈ BNS അനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ. നമ്മൾ അറിഞ്ഞില്ല. രാജ്യം ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ? മുസ്ലിങ്ങളുടെ സംരക്ഷകൻ, രാജ്യത്തിലെ മതേതരവാദി. നിങ്ങൾ അറിഞ്ഞോ? ഈ അമിത്ഷാ എന്ന് പറയുന്ന മനുഷ്യൻ IPCക്ക് പകരം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന ഭാരതീയ ന്യായ് സംഹിത BNS എന്ന് പറയുന്ന ക്രിമിനൽ കോഡ് അനുസരിച്ച്, ആക്ട് അനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിലല്ല, പിണറായി ഭരിക്കുന്ന കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ്. ഇതെത്ര ഭീകരമാണ്!
ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? അത്രമേൽ അപകടകരമാം വിധത്തിൽ ഈ രാജ്യത്തിലേക്ക് വളരെ പതുക്കെ രാജ്യത്തിനകത്തേക്ക് കടന്നുകയറ്റം നടത്തുകയിരിക്കുന്നു സംഘപരിവാർ. ആര് മുഖാന്തരം? ബ്യൂറോക്രാറ്റുകൾ വഴി, പോലീസ് വഴി, അധികാരം വഴി, രാഷ്ട്രീയം വഴി. നമ്മൾ ഇതുവരെ കരുതിയത് എന്താണ്? സത്യത്തില് ഈ കേരളം ഭരിക്കുന്നത് പോലീസാണ്. ഞാൻ പിണറായി വിജയൻ എന്ന് പറയുമ്പോ ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോ, മുഖ്യമന്ത്രി എന്ന പേര് പറയാൻ ഇയാൾ യോഗ്യനല്ല. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? മുഖ്യമന്ത്രി എന്നത് ഒരു വലിയ പദവിയാണ്. ഈ രാജ്യത്തിലെ അധികാരത്തിന്റെ പദവിയാണ്. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, MLA, MP ഇതൊക്കെ തെരഞ്ഞെടുത്താൽ ജനങ്ങളുടെ ആളാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഒരു ജില്ലയെ മുഴുവൻ അപരവൽക്കരിക്കുക, അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ? ഇയാളെ മുഖ്യമന്ത്രി എന്ന പേര് പോലും പറയാൻ യോഗ്യനല്ല. കാരണം ഇയാൾ വെറും പിണറായിയാണ്. കാരണം ഒരു മുഖ്യമന്ത്രി എന്ന പദവിയോട് 10 രൂപയുടെ മര്യാദയുണ്ടെങ്കിൽ അയാൾ ഈ വൃത്തികേട് ചെയ്യുമായിരുന്നില്ല. ഏറ്റവും മോശമാം വിധത്തിലാണ് അയാൾ ഇന്ന് ഒരു ജില്ലയെ മുഴുവൻ അപരവൽക്കരിച്ചു നിർത്തിയിരിക്കുന്നത്.